ചരിത്രത്തിന്റെ 101 വർഷങ്ങൾ. ചുങ്കത് ജ്വല്ലറി. അനുഭവം, അതാണ് സത്യം. കൈപ്പട്ടൂർ പരിശുദ്ധ വ്യാകുലമാതാ പള്ളിയിൽ ജപമാല രാജ്ഞിയുടെ തിരുനാൾ 17 മുതൽ 26 വരെ തീയതികളിൽ ആഘോഷിക്കും. വെള്ളിയാഴ്ച വൈകിട്ട് 6-ന് വികാരി ഫാദർ മാത്യു മണവാളൻ കൊടിയേറ്റും. തുടർന്ന് ജപമാല രാജ്ഞിയുടെ തിരുസ്വരൂപം എഴുന്നള്ളിച്ചു വെക്കുകയും തൂക്കുവിളക്കിൽ എണ്ണ പകരുകയും ചെയ്യും. തുടർന്ന് ആഘോഷമായ ദിവ്യബലി, പ്രസംഗം, ജപമാല, പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം എന്നിവയും ഉണ്ടാകും. തുടർന്നുള്ള ദിവസങ്ങളിൽ 6:15-ന് തിരുക്കർമ്മങ്ങൾ ആരംഭിക്കും. 8-ാം ദിവസമായ വെള്ളിയാഴ്ച 5:30-ന് കുട്ടികൾക്ക് വിദ്യാരംഭം ഉണ്ടായിരിക്കും. ജപമാല തിരുനാൾ ഈ വർഷവും വളരെ ഭക്തിനിർഭരമായി നടത്തുവാൻ ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും നടത്തിക്കഴിഞ്ഞു. തിരുനാൾ കമ്മിറ്റി സജ്ജമായി. തിരുനാൾ പ്രസിഡന്റുമാരെ തിരഞ്ഞെടുത്തു. എല്ലാ ചുറ്റുവട്ടങ്ങളും തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. വെള്ളിയാഴ്ച 17-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് കൊടിയേറ്റോടുകൂടിയാണ് തിരുക്കർമ്മങ്ങൾക്ക് തുടക്കം കുറിക്കുക. ഈ മാസം 26-ാം തീയതി ഞായറാഴ്ചയാണ് പോലീസ് സ്റ്റേഷൻ കവലയിലേക്ക് നടത്തുന്ന ജപമാല പ്രദക്ഷിണത്തോടുകൂടിയാണ് തിരുനാൾ സമാപിക്കുക. ഈ ഒക്ടോബർ മാസം കൈപ്പട്ടൂർ വ്യാകുലമാതാ പള്ളി ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷമുള്ളതും അനുഗ്രഹദായകവുമായ മാസമാണ്. കഴിഞ്ഞ 14 ദിവസങ്ങളിലായി ഓരോ യൂണിറ്റിലും ഓരോ ദിവസം വീതം അഖണ്ഡ ജപമാല നടത്തി പ്രാർത്ഥിച്ചു വരികയായിരുന്നു. ഇന്നലെ അതിൻ്റെ സമാപനമായിരുന്നു. ഇന്ന് ആഘോഷമായി മാതാവിൻ്റെ തിരുസ്വരൂപം വൈകുന്നേരം ദേവാലയത്തിലേക്ക് കൊണ്ടുവരുന്നതും വിശുദ്ധ കുർബാനയും ജപമാലയും നടത്തുന്നതാണ്. ഓരോ ദിവസത്തെ പരിപാടികളെക്കുറിച്ച് നോട്ടീസിൽ പ്രതിപാദിച്ചിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ ഞാനിപ്പോൾ പറയുന്നില്ല. അത് കൺവീനർ പറയും. ഈ വർഷം പ്രത്യേകമായിട്ട് 24-ാം തീയതി വെള്ളിയാഴ്ച വിദ്യാരംഭം കുറിക്കുന്ന ചടങ്ങ്, ആദ്യ അക്ഷരം കുറിക്കുന്ന ചടങ്ങുണ്ട്. അതുപോലെ തന്നെ ഈ തിരുനാളിൻ്റെ ഭാഗമായി നമുക്ക് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ 10% മുൻ കൊല്ലങ്ങളിലെ പോലെ തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായിട്ട് ചെലവഴിക്കുന്നതാണ്. 25-ാം തീയതി നമുക്ക് 6 മണിക്ക് ആഘോഷമായി ദിവ്യബലി, പ്രസംഗം, ജപമാല, തുടർന്ന് പള്ളി ചുറ്റി ആഘോഷമായി ദിവ്യ പ്രദക്ഷിണം ഉണ്ടാവും. അതിനുശേഷം ദിവ്യകാരുണ്യ വാഴ്വുണ്ടായിരിക്കും. അതിനുശേഷം നമ്മുടെ ആഘോഷം, നമ്മുടെ പെരുന്നാളിൻ്റെ ഭാഗമായിട്ടുള്ള വാദ്യമേളങ്ങളുടെ മേളങ്ങളും വർണ്ണശബളമായ വെടിക്കെട്ടുകളും കൂടെ ആയിരിക്കും ശനിയാഴ്ചത്തെ പരിപാടികൾ അവസാനിക്കുന്നത്. അവസാന ദിവസമായ 10-ാം ദിവസം ഞായറാഴ്ച 4:30 മണിക്ക് ക്രിസ്ത്യാനി വാഴ്ചയും തുടർന്ന് ആഘോഷമായി ദിവ്യബലി നടക്കുന്നതാണ്. അതിനുശേഷം പ്രസംഗവും ഉണ്ടായിരിക്കും. പിന്നീട് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം, ജപമാല തുടങ്ങിയുണ്ടാവും. അതിനുശേഷം ചരിത്ര പ്രസിദ്ധമായ ജപമാല പ്രദർശനം, അത് താഴെ പോലീസ് സ്റ്റേഷൻ കവലയിലേക്കായിരിക്കും പോവുക. അതിനുവേണ്ടി നമ്മൾ ഏകദേശം 7000-ഓളം മുഴം മുല്ലപ്പൂവിൽ അലങ്കരിച്ച രഥത്തിലായിരിക്കും മാതാവ് ഇറങ്ങുക. അത് ഭക്തി നിർഭരവുമായി ആഘോഷപരമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചടങ്ങ് തന്നെയാണ്. അതിനുവേണ്ടി 101 സ്വർണ്ണക്കുരിശുകളിലും 500-ഓളം മുത്തുകുടലിലും വേണ്ടിയിട്ടാണ് ആ പ്രദർശനം ഭംഗിയായി നടക്കുക. തിരിച്ചു വരുന്ന വഴിയിൽ തിരിച്ച് പള്ളിയുടെ മുറ്റത്തെത്തുമ്പോൾ മാതാവിനെ പുഷ്പവൃഷ്ടിയോടെ തന്നെ പള്ളിയിലേക്ക് ആനയിക്കുന്നു. അതിനുശേഷം പരിശുദ്ധ കുർബാനയുടെ ആശീർവാദത്തിന് ശേഷമായിരിക്കും നമ്മുടെ അന്നത്തെ പൊതുചടങ്ങുകൾ അവസാനിക്കുക. അതിനുശേഷം ആഘോഷമായ വാദ്യമേളങ്ങളുടെ വർണ്ണശബളമായ വെടിക്കെട്ടോടുകൂടി തന്നെ അന്നത്തെ പരിപാടികൾ അവസാനിക്കുന്നു.